പറവൂർ നഗരസഭാ മാർക്കറ്റിലെ അറവുശാലകളും മത്സ്യമാംസ വിപണന കേന്ദ്രങ്ങളും കാരണം കാണിക്കൽ നോട്ടീസ് ലഭിച്ചിട്ടും അടച്ചുപൂട്ടുന്നില്ലെന്ന് പരാതി. മലിനീകരണ നിയന്ത്രണ ബോർഡ് നിർദ്ദേശിച്ച മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ഒരുക്കിയില്ലെന്ന കാരണത്താലാണ് അടച്ചുപൂട്ടാൻ നോട്ടീസ് നൽകിയത്. മാർക്കറ്റ് അടച്ചുപൂട്ടിയാൽ നിരവധി പേരുടെ ഉപജീവനമില്ലാതാകുന്ന അവസ്ഥയിൽ നഗരസഭാ അധികൃതർ ഇടപെട്ട് ഉടനടി ഒരു പരിഹാരം കാണണമെന്നാണ് നഗരസഭാ കൗൺസിലർമാരുടെ ആവശ്യം. ജൂലൈ 4-നാണ് പറവൂർ നഗരസഭാ മാർക്കറ്റിലെ അറവുശാലകളും മത്സ്യമാംസ വിപണന കേന്ദ്രങ്ങളും അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് മലിനീകരണ നിയന്ത്രണ ബോർഡ് നഗരസഭയ്ക്ക് നോട്ടീസ് നൽകിയത്. നോട്ടീസ് ലഭിച്ചിട്ടും മാർക്കറ്റിലെ അറവുശാലകളും മത്സ്യമാംസ വിപണന കേന്ദ്രങ്ങളും അടച്ചുപൂട്ടിയിട്ടില്ല. മലിനീകരണ ബോർഡ് നിർദ്ദേശിച്ച മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ഒരുക്കിയില്ലെന്ന കാരണത്താലാണ് ഈ കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടാനുള്ള നോട്ടീസ് നൽകിയത്. ഇവ പെട്ടെന്ന് അടച്ചുപൂട്ടിയാൽ നിരവധി പേരുടെ ഉപജീവനമാർഗം ഇല്ലാതാവുമെന്നും ഈ അവസ്ഥയിൽ നഗരസഭാ അധികൃതർ ഇടപെട്ട് ഒരു പരിഹാരം കാണണമെന്നുമാണ് നഗരസഭാ കൗൺസിലർമാർ ആവശ്യപ്പെടുന്നത്. 2020-21 കാലഘട്ടത്തിൽ 2,55,522 രൂപ സ്ലോട്ടർ ഹൗസിന്റെ നവീകരണത്തിനായി മുനിസിപ്പാലിറ്റിയുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വകയിരുത്തിയെങ്കിലും യാതൊരുവിധ നവീകരണ പ്രവർത്തനവും നടത്താൻ ഈ ഭരണ നേതൃത്വം തയ്യാറായില്ല. ഇപ്പോൾ ഈ പുതിയ പ്രോജക്റ്റിൽ 2024 ജനുവരിയിൽ വീണ്ടും 1 ലക്ഷം രൂപ കൂടി വകയിരുത്തി. ആ 1 ലക്ഷം രൂപയിലും 1 രൂപ പോലും ചിലവഴിച്ച് നേരത്തെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പറഞ്ഞ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ യാതൊരു ശ്രമവും നടത്താത്തതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വീണ്ടും ഈ അടച്ചുപൂട്ടൽ ഭീഷണി ഇവിടത്തെ മത്സ്യ കച്ചവടക്കാർക്കും മത്സ്യത്തൊഴിലാളികൾക്കും നേരിടേണ്ടി വന്നിരിക്കുന്നത്. ടാങ്കുകളോ അല്ലെങ്കിൽ അതിന് ഇതിന്റെ വെള്ളവും ഒക്കെ ഒഴുകി പോകാനിട്ട് നേരെ പോകുന്നത് പുഴയിലേക്കാണ്. ഇപ്പൊ ഇവിടെ തൊട്ടടുത്ത് സോട്ടർ ഹൗസ് എന്ന് പറഞ്ഞ സ്ഥാപനം നമ്മുടെ തൊട്ടപ്പുറത്തുണ്ട്. അത് കൊണ്ടുവന്നിട്ട് മാടുകളെയൊക്കെ കൊണ്ടുവന്നിട്ട് വെട്ടുന്ന ഒരു സംഭവമുണ്ട്. അതിനും ലൈസൻസ് ഇല്ല. അത് മുനിസിപ്പാലിറ്റി ലൈസൻസ് ഇല്ലാതെ സ്റ്റാളുകൾ കൊടുത്തേക്കാണ്. സ്റ്റാളുകൾ കൊടുത്താൽ അത് ആരൊക്കെ വന്ന് വെട്ടി അത് രക്തവും ഇതൊക്കെ കൂടിയാണ് ഇതിന്റെ ഉള്ളിൽ കൂടി പോകുന്നത്. നമുക്ക് ഇത് നഗരസഭ ഇത്തരം കാലങ്ങളായിട്ട് നഗരസഭ ഇത് ചെയ്യുന്നില്ല. നഗരസഭ ഇതിന് വരുമാനം മാത്രമാണ് അവർ ആഗ്രഹിക്കുന്നത്. എന്നാൽ മാലിന്യ സംസ്കരണത്തിന്റെ ഭാഗമായി മാർക്കറ്റിലൊരുക്കിയ ബയോഗ്യാസ് പ്ലാന്റ്, സ്ലോട്ടർ ഹൗസ്, മലിനജല സംസ്കരണ പ്ലാന്റ് എന്നിവയുടെ അറ്റകുറ്റപ്പണികൾ നടത്താൻ സർക്കാർ അംഗീകൃത ഏജൻസി മുഖാന്തരം എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടുണ്ടെന്നും സർക്കാരിന്റെ അംഗീകാരം ലഭിക്കുന്ന മുറയ്ക്ക് മലിനീകരണ നിയന്ത്രണ ബോർഡ് നിഷ്കർഷിക്കുന്ന സംവിധാനം സജ്ജമാക്കാനാകുമെന്നും മാർക്കറ്റിലെ ഓടകളുടെ നിർമ്മാണം, നവീകരണം തുടങ്ങിയ പദ്ധതികൾക്കും സർക്കാരിന്റെ അംഗീകാരം ലഭിക്കേണ്ടതുണ്ടെന്നും പറവൂർ നഗരസഭ വൈസ് ചെയർമാൻ MG രാജു പറഞ്ഞു. 2024-2025 സാമ്പത്തിക വർഷത്തെ നഗരസഭയുടെ പദ്ധതിയിൽ 9 ലക്ഷം രൂപ അതിന് വകയിരുത്തിയിട്ടുണ്ട് ഈ നമ്മുടെ ട്രീറ്റ്മെന്റ് പ്ലാൻ. അപ്പോൾ ആ ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കി, ആ പദ്ധതി പണം ഉപയോഗിച്ച് കാര്യക്ഷമമാക്കി അവിടെ വെള്ളം, മലിനവെള്ളം, അവിടെ മാംസ മാർക്കറ്റിലെ വെള്ളം, അഴുക്കുകൾ അതൊരു ടാങ്കിലേക്ക് കൊണ്ടുവന്ന് ആ ടാങ്കിൽ അത് ട്രീറ്റ് ചെയ്ത് നല്ല വെള്ളമാക്കി മാറ്റുന്ന ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ പ്രവർത്തനങ്ങൾ അത് ഈ ഒരു 6 മാസത്തിനുള്ളിൽ പദ്ധതി ഗവൺമെന്റിലേക്ക് വെച്ചിരിക്കുന്നു. ഗവൺമെന്റ് അംഗീകരിച്ച് തന്നാൽ 6 മാസത്തിനുള്ളിൽ ആ പ്ലാന്റുകൾ ഭംഗിയാക്കി പ്രവർത്തനക്ഷമമാക്കി മാറ്റാനുള്ള തീവ്രമായ ശ്രമമാണ് നഗരസഭ നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, പറവൂർ. ആദ്യ കാഴ്ചയിൽ നിങ്ങളുടെ മനസ്സിൽ പതിയുന്ന ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെ വൈവിധ്യമാർന്ന കളക്ഷൻസ്. 250 മില്ലി മുതലുള്ള കുട്ടിവളകൾ, 1.5 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, 2 ഗ്രാം മുതലുള്ള വലിയ വളകൾ. അലീന ഗോൾഡൻ ഡയമണ്ട്സ്.